സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ലോകത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് ആകാശദുരന്തം സംഭവിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ആഘാതത്തിൽ നിന്ന് മുക്തനാകാതെ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ. 241 പേരുടെ ജീവൻ കവർന്ന ജൂൺ 12 എയർ ഇന്ത്യ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് വിശ്വാസ്. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയുമ്പോഴും മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥയിലാണ് വിശ്വാസത്തിൻ്റെ ജീവിതം. BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ ഒറ്റയ്ക്കാണ് കഴിയുന്നതെന്നും ഭാര്യയോടും മകനോടും സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് ഏതാനും സീറ്റുകൾ അകലെയായിരുന്നു. ഇളയ സഹോദരൻ അജയ് അപകടത്തിൽ മരിച്ചപ്പോൾ താൻ മാത്രം രക്ഷപ്പെട്ടതിൻ്റെ കഠിനമായ വേദന പങ്കുവച്ചു. ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊരു അത്ഭുതമാണ്, അദ്ദേഹം പറഞ്ഞു. സഹോദരൻ്റെ വേർപാട് അദ്ദേഹത്തിന് വലിയൊരു ശൂന്യതയാണ് അവശേഷിപ്പിച്ചത്. എനിക്ക് എൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു. അവൻ എൻ്റെ നട്ടെല്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവൻ ഇപ്പോഴും എന്നെ പിന്തുണച്ചു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഭാര്യയോടും മകനോടും സംസാരിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനാണ് എനിക്കിഷ്ടം, വിശ്വാസ് കൂട്ടിച്ചേർത്തു. വിശ്വാസിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ലെസ്റ്ററിലെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം തുടർ ചികിത്സയൊന്നും തേടിയിട്ടില്ല. തൻ്റെ കുടുംബത്തിന് ഇപ്പോഴും ദുരന്തത്തിൽ നിന്ന് കരകയറാനായിട്ടില്ല എന്നും ഇളയ സഹോദരൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അപകടത്തിന് ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ശാരീരികമായും മാനസികമായും വളരെ ബുദ്ധിമുട്ടാണ്.